ഹലോ, മൈ ലൈഫ് പാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ആം, ഒരു 3.5-4 വർഷത്തോളം UK താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അവിടെ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടും ഇത് ജോബ് വിസയിൽ അല്ലെങ്കിൽ വർക്ക് വിസയിൽ ഒന്നും വരുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരാനായിട്ട് നാട്ടിൽ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് ആണല്ലേ, UK പോയി പഠിക്കുക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുക, കാനഡയിൽ പോവുക, എല്ലായിടത്തേക്കും നമുക്ക് സ്റ്റുഡന്റ് വിസ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ അധികം ഏജൻസികളുണ്ട്, ജെനുവിൻ ആയിട്ടുള്ളതുണ്ട്, ഫേക്ക് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. എങ്ങനെയാണ് നല്ല ഏജൻസിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഫേക്ക് ആണോ എന്ന് അറിയാന്നൊക്കെ ഉള്ളതിന് പല വഴികളും ഇപ്പൊ ഉണ്ട്. അപ്പൊ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2-3 സ്റ്റുഡൻസ് UK സൂയിസൈഡ് ചെയ്തതായിട്ട്, അല്ലെങ്കിൽ കാണാതെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ബോഡി കിട്ടുന്നു. അപ്പം അതൊക്കെ ഒരു ഒരു സൂയിസൈഡിലേക്കാണല്ലോ. കാരണം വേറെ വീട്ടുകാരൊന്നുമായിട്ട് കോൺടാക്ട് ചെയ്യാണ്ട് ഒരു ദിവസം പെട്ടെന്ന് മിസ്സിംഗ് ആവുന്നു, പിന്നെ കാണുന്നില്ല, പിന്നെ ബോഡി കിട്ടുന്നു. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നത് അവരായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അവരുടെ ലൈഫ് എൻഡ് ചെയ്തതാണെന്നാണ്. അപ്പോൾ പിന്നെ ഈ അടുത്ത് ഞാൻ വേറൊരു ന്യൂസ് കാണാനിടയായി. അതായത് ഒരു സ്റ്റുഡന്റ് UK പോയിട്ട് ആ കുട്ടിയുടെ അമ്മ ഇതുപോലെ അവിടുത്തെ സോഷ്യൽ സർവീസ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിനെ വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ എന്റെ മോൻ ഇത്ര നാളായിട്ട് പിന്നെ കോളൊന്നും ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല, അവനെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല, ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ അവർ അന്വേഷിച്ചതിന്റെ വെളിച്ചത്തിൽ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റുഡന്റ് ആ കോളേജിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണെന്നുള്ളതാണ്. അപ്പം ആൾ എവിടെ പോയി എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇതുപോലെ സ്റ്റുഡൻസിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട്, അതായത് എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് പേർക്ക് വിസ കിട്ടി അവര് UK എത്തിയിട്ടുണ്ട്. UK കാര്യം ഞാൻ പറയുന്നത്, എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഞാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും സ്റ്റുഡന്റ് വിസയുടെ ആ ഒരു എന്താ പറയുക അതിപ്രസരം. ഞാനത് നെഗറ്റീവായിട്ടൊന്നും അല്ല പറയുന്നത്, പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏജൻസികൾക്ക് എങ്ങനെ പോയാലും അവർക്ക് അവരുടെ ലാഭം എന്തായാലും ഉണ്ടാവും. ഞാൻ ഏജൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരുപാട് പേര് അവരുടെ ലാഭം മാത്രം നോക്കിയിട്ട് കുറെ ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനങ്ങളും കുറെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് കുട്ടികളെ അവിടെ കൊണ്ടുപോയി അവസാനം അവർക്ക് അവിടെ ഒരു നിലനിൽപ്പില്ലാണ്ട് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ പാരന്റ്സ് എന്ന നിലയ്ക്ക് പാരന്റ്സിന്റെ ഒരു കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ മക്കള് ഇതുപോലുള്ള യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണം, നന്നാവണം, അങ്ങനെയൊക്കെ. അതിനൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിനൊന്നും ഞാൻ എഗെയിൻസ്റ്റും അല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ജെനുവിനിറ്റി പരിശോധിക്കുക. അതുപോലെ തന്നെ ഇവർ തരുന്ന വാഗ്ദാനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിക്കുക. കാരണം ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ വിസ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാട്ടിൽ നിന്ന് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ലോൺ എടുത്തിട്ട് അത് അക്കൗണ്ടിൽ കാണിച്ച് അങ്ങനെയൊക്കെ പോകുന്നവർ. അപ്പൊ അവർക്ക് ആ ഒരു കുട്ടിയുടെ മേളിൽ ഈ ഒരു ബാധ്യത നിൽക്കുകയാണ്, ഇപ്പൊ ലക്ഷങ്ങളുടെ ഒരു ബാധ്യത നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൾച്ചർ വെച്ചിട്ട് പാരന്റ്സ് ആണ് നമ്മുടെ കുട്ടികളെ ഒരു ജോലിയൊക്കെ ആവുന്നവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് പെട്ടെന്ന് പാരന്റ്സിനെയൊക്കെ വിട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രാജ്യത്ത് ചെല്ലുന്നു. ഇവര് ഈ പറയുന്ന സോകോൾഡ് ഏജൻസീസ് പറയുന്നത് നമുക്ക് അവിടെ പോയി ജോലി ചെയ്തിട്ട് ഈ പൈസയൊക്കെ റിട്ടേൺ നമുക്ക് ലോൺ അടച്ചു തീർക്കാം, അത് കൂടാതെ നമുക്ക് മിച്ചം പൈസ വെക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ന് തന്നെ പറയും. കാരണം അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് അവിടെ പോയി ജോലി ചെയ്ത് നമുക്ക് സമ്പാദിച്ചിട്ട് നമ്മുടെ ചിലവും നമ്മുടെ പഠിത്തവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലോൺ അടയ്ക്കാനും കൂടെ ഉള്ള പൈസ ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഏജൻസികളും അല്ലെങ്കിൽ ഏജൻസികൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പാരന്റ്സിനെയും ഈ കുട്ടികളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട്, അതായത് UK റൂൾ അനുസരിച്ചിട്ട് 20 മണിക്കൂർ മാത്രമാണ് ഒരു സ്റ്റുഡന്റിന് വർക്ക് ചെയ്യാനുള്ള ലീഗലി അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ അതെല്ലാം ഒരു ഓവർ ടൈം ചെയ്യുന്നതെല്ലാം തന്നെ അത് ഇല്ലീഗൽ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ആണ്. കാരണം അവിടുത്തെ റൂൾസ് എല്ലാം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ലൈഫ് പോയില്ലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേരുടെ മക്കള് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അപ്പൊ അവരെന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ 20 മണിക്കൂർ എന്നുള്ള ജോലി ചെയ്യാൻ അവർക്ക് സമയം കിട്ടില്ല എന്ന്. കാരണം അതുപോലെയുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ വീക്കെൻഡ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കി ഡേയ്സ് ഇവർക്ക് ഓഫ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇവർ ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള ആ ഒരു സമയത്ത് ചെയ്ത തീരാത്തത്ര അസൈൻമെന്റ്സ് ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സീനിയർ ആയിട്ടുള്ള ഒരു 2-3 പേര് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, അതും പലരും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയോട് കൂടിയിട്ടാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അവരുടെ ഫുൾ ചെലവ്, ഇതിപ്പോ ഒരാളുടെ ചെലവ് ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റി ഉള്ളിടത്തായിരിക്കത്തില്ല ഇവർ താമസിക്കുന്നത്, ഈ പാരന്റ്സ് താമസിക്കുന്നത്. അപ്പം അവർക്കുള്ള ഫുൾ എക്സ്പെൻസും അവരുടെ പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇവർ വർക്ക് ചെയ്യുന്നത് തികയുന്നില്ല എന്നാണ് UK വർക്ക് ചെയ്യുന്ന അപ്പനും അമ്മയും ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ നിന്ന് ഇത്രയും ഒരു ബൾക്ക് എമൗണ്ട് ലോണൊക്കെ എടുത്തിട്ട് വരുന്ന കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? അപ്പം ഒരു നല്ലൊരു കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ ജോലി ചെയ്ത് ഈ ലോൺ അടച്ച്
ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജോലി ചെയ്ത് അവരുടെ ചെലവിനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്രയും ഒരു ബൾക്ക് എമൗണ്ട് ലോൺ എടുത്തിട്ട് ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വിടുന്നത് അതൊരു അത്ര നല്ല തീരുമാനമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഈ കണ്ടുവരുന്ന ന്യൂസുകൾ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ഈ തലമുറ തന്നെ ഇപ്പം പഠിച്ചു വളരുന്ന ഒരു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോ ഒരു 10-20 വയസ്സുള്ള കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛന്മാർ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള ആളുകളുടെ മനക്കെട്ടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവർക്ക് ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്താന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. കാരണം അവർ വിചാരിക്കും അയ്യോ ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്തിട്ട് ശരിയാവുന്നില്ല. കാരണം ഇവരൊന്നും വീട്ടിലൊരു എല്ലായിടത്തും മറച്ചു വെക്കുന്ന കുട്ടികളായിരിക്കത്തില്ല. അപ്പൊ ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്ന കെയർ ഹോമിലൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര ഈസിയാണ് എന്നുള്ളതാണ്. പക്ഷേ കെയർ ഹോമിലൊക്കെ ചെന്നിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ജോലി കൊടുക്കില്ല. വെറുതെ ഇരിക്കലല്ല കെയർ ഹോമിലൊക്കെ ഉള്ള ജോലി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പാമ്പർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റിക്കോണമെന്ന് വരില്ല. അപ്പം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരുപാട് പേര് ഇതുപോലെയുള്ള എന്താ പറയുക കടുങ്കൈകൾ ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാനുള്ള ഒരു പ്രാപ്തി അവരുടെ പാരന്റ്സിന് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പാരന്റ്സ് നല്ല റിച്ച് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നാട്ടിൽ അതിനുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ ഇത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആണ്, എല്ലാത്തിനും ഇവർ പൈസ കൊടുക്കണം. അക്കോമഡേഷൻ ഒന്നും ഒട്ടും തന്നെ ചീപ്പല്ല. നമ്മൾ വിചാരിക്കും ഒരാളല്ലേ ഉള്ളൂ അപ്പൊ ഷെയർഡ് അക്കോമഡേഷനിൽ, പക്ഷേ ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് ഒരു വീട്ടിൽ ഇത്ര വരെ പാടുള്ളൂ എന്നുണ്ട്. ബാക്കി എക്സ്ട്രാ ആൾക്കാരൊക്കെ പിടിക്കപ്പെട്ടാൽ അതെല്ലാം നിയമവിരുദ്ധമാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റ് അതിനകത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മറ്റവർ അങ്ങനെ ചെയ്തു അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് പോരുന്ന പലരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാലക്കഴിഞ്ഞ് നമുക്കാണ് ഇങ്ങനെ ഒരു പിടുത്തം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാനും അത് അവരുടെ ഈ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില സ്ഥലത്തൊക്കെ ഫ്രീ ആയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് വിടാം, ഒരു കുഴപ്പമില്ല. നല്ല കോഴ്സ് തന്നെ എടുത്ത് പഠിച്ച് അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാവും. അതേപോലെ തന്നെ പണ്ടത്തെ പോലെ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ മാറിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കെയർ ഹോം കൊടുക്കുന്ന വിസയിലേക്കൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള വിസകളൊക്കെ ഇപ്പൊ ഭയങ്കര കുറവാണ് കിട്ടാനായിട്ട്. കാരണം അവർ തന്നെ ഡയറക്റ്റ് സീനിയർ കെയറേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമല്ല ഇപ്പം പൊതുവെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അപ്പൊ നമ്മൾ മിക്കവാറും ഈ ഒരു 2 അല്ലെങ്കിൽ 3 ഇയേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പൊ പിന്നെ നാട്ടുകാരുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടും ഈ കുട്ടികൾക്ക് ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നതാണെങ്കിൽ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ UK അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് സെറ്റ്. കാരണം അവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ജോലി കിട്ടും. ബാക്കി ഉള്ള കോഴ്സുകൾ പക്ഷേ ഈ നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല, നല്ല എക്സ്പെൻസീവ് ആണ്. അതിന്റെ ഫീസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാം. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിദേശത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകൾ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാം. അപ്പം അവർക്ക് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങനെ അവർക്ക് പഠിക്കാൻ പറ്റും. ആ ഒരു സ്ട്രെസ് കുറവായിരിക്കും. അല്ലെങ്കിൽ വലിയൊരു ബാധ്യത ഈ 18, 20, 25 വയസ്സുള്ള ആൾക്കാരുടെ തലയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങോട്ട് വിടുന്നതിന് മുന്നേ. പിന്നെ നാട്ടിൽ പഠിച്ച് പിന്നെ പ്രോപ്പറായിട്ട്, അതായത് നമ്മൾ IELTS അല്ലെങ്കിൽ OET പഠിച്ച് അത്രയ്ക്ക് ആഗ്രഹമുള്ളവർ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തിയിട്ട് നേരിട്ട് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബേസിക് ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കും തഴഞ്ഞു കളയാൻ പറ്റില്ല, നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാർത്തകൾ ഒരുപാട് ഇങ്ങനെ 1 by 1 ആയിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് എന്നെ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ആരും അങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ന്യൂസുകളും ഒക്കെ അവിടെ നല്ലതാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ അടിച്ചുവിടുന്നുണ്ട്. ടു ബി ഓണസ്റ്റ്, ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് ഒരു സേവിങ്സും ഇല്ലാതെ UK നിന്ന് പോരേണ്ട വന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ അറിയാലോ, നമ്മൾ രണ്ടുപേരും അതേപോലെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് അവിടുത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് എന്തായാലും ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ചൈൽഡ് കെയറിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് അങ്ങനെ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നഴ്സറിയിലോ എല്ലാം വിടണമെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം അതെങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇവർ പറയുന്നില്ല നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇവർ അറിയുന്നത് ഇതെല്ലാം വൺസ് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എങ്ങനെങ്കിലും ആ ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വിസ കിട്ടും, നമ്മൾ അവിടെ പെർമനന്റ് ആയി നമ്മുടെ ലൈഫ് സെറ്റ് ആയി എന്ന് കരുതി നാട്ടിൽ വലിയ എമൗണ്ട് ലോണൊക്കെ എടുത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പാരന്റ്സ് ഒന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്യുക. എന്നിട്ട് അവര് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ആലോചിക്കുക. കാരണം ഇത്രയും വലിയൊരു ബാധ്യത എന്റെ കുട്ടിയുടെ മേലെ ഇപ്പൊ തന്നെ ഞാൻ വെച്ചു കൊടുക്കണോ എന്നുള്ളത് ആലോചിക്കുക. കാരണം അത്ര ഈസി അല്ല ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് ഒഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മളും മടുക്കില്ല ഒരു ദിവസം. അപ്പൊ മെന്റലി വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നാൾ പാമ്പർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾ
ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് താങ്ങാൻ വയ്യാണ്ടായി പോകുന്നത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ എന്റെ വേറൊരു ഫ്രണ്ടിന്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഫുൾ സപ്പോർട്ട്. ആ കുട്ടി വർക്കേ ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ അച്ഛനും അമ്മയാണ് ഫുൾ കാര്യങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വരുന്നവർ ഓക്കെ. പക്ഷെ നാട്ടിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ ലോൺ എടുത്തും കടം വാങ്ങിച്ചിട്ടും ഒക്കെ വരുന്നവരുടെ അടുത്ത് മാത്രമാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ എനിക്കിപ്പം നിങ്ങൾ വന്നിട്ട് രക്ഷപ്പെടരുത് അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെയൊന്നും ആയതുകൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.